ഒറ്റപ്പളിരുന്ന ലോകമാണ് ലോകമാണ്. അതാണ് ആലമുൽ ബർസഖ്, മറയുടെ ഒരു ലോകം. ഖബർ എന്ന് പറയുന്നത് ഒരു ലോകമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി മനുഷ്യന്റെ ജീവിത ഘട്ടങ്ങൾ 5 ജീവിത ഘട്ടങ്ങൾ പഠിക്കണം നമ്മൾ. യൂട്യൂബിലുണ്ട് വിനീതന്റെ പ്രഭാഷണം. 5 ജീവിത ഘട്ടങ്ങൾ മനുഷ്യൻ്റെത്, നിങ്ങൾ കേൾക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. 1 ആത്മാക്കളുടെ ലോകം, ആലമുൽ അർവാഹ്. അവിടുന്ന് നമ്മൾ തുടങ്ങിയത്. നമ്മുടെ ജീവിതം അവിടുന്ന് തുടങ്ങി. ഇതൊക്കെ പഠിക്കണം. അതൊന്നും പഠിക്കാതെ നമ്മൾ ഇരുന്നിട്ട് എന്താ കാര്യം? ആത്മാക്കളുടെ ലോകം, ഇന്ന് കാണുന്ന ഈ ശരീരമില്ലാതെ നമ്മുടെയൊക്കെ ആത്മാവിനെ മാത്രമായി പടച്ച റബ്ബ് അവന്റെ തിരുസവിധത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. അങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു. 1000 കൊല്ലക്കണക്കിന് വർഷം നമ്മളവിടെ ജീവിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ എഴുതിയിട്ടുണ്ട്. ഖുർആനിൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. അത് കഴിഞ്ഞ് 2ാമത്തെ ലോകം ആലമുദ്ദുനിയ, ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഈ ബൃഹത്തായ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുവന്നു. ഇത് ആലമുദ്ദുനിയ, ഭൗതികമായ ലോകമാണ്. ഇത് 2ാം ഘട്ട ജീവിതമാണ് ഇപ്പോൾ നമ്മൾ വസിക്കുന്നത്. ഇനി ഇവിടുന്ന് പോവാൻ 2ാമത്തെ ഘട്ടത്തിലെത്തിയിട്ടുള്ളൂ. ഇനി പോകാൻ കിടക്കൻ. മനസ്സിലാക്കണം എത്ര ഘട്ടങ്ങളുണ്ട്. 5 ഘട്ടങ്ങൾ. ഒരു ഘട്ടമേ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുവാൻ. ഇപ്പൊ നമുക്ക് ആത്മാവ് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ശരീരവും കൂടിയുണ്ട്. ഇതുമായിട്ടുള്ള ഘട്ടത്തെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നു, 60ന്റെയും 70ന്റെയും ഇടയിലുള്ള പ്രായമാണ് എന്റെ ഉമ്മത്തിനുള്ളത് ഈ ലോകത്തെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വയസ്സെത്രയായി ചിന്തിച്ചോ? 30 കഴിഞ്ഞവരുണ്ട്, 40 എത്തിയവരുണ്ട്, 60 കഴിഞ്ഞവരുണ്ട്, 70ലേക്ക് കാലൂന്നിയവരുണ്ട്. ഇതെല്ലാത്തിനും അപ്പുറം 90ഉം 100ഉം വയസ്സെത്തിക്കൊണ്ട് ഭീമാപള്ളിയുടെ പരിസരത്ത് കോളാമ്പീരുടെ ശബ്ദം ശ്രവിക്കുന്ന പ്രായം ചെന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. ഇതെല്ലാത്തിനും പുറമെ ചെറിയ പ്രായമുള്ള മക്കളുണ്ട്. എന്നാൽ റസൂലുള്ളാഹി പറഞ്ഞ ആയുസ്സിലേക്ക് 60ന്റെയും 70ന്റെയും ഇടയിലുള്ള ആയുസ്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞത്? ആദരവായ പ്രവാചകൻ വഫാത്തായത് 63ാമത്തെ വയസ്സിലാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ആയുസ്സേ എന്റെ ഉമ്മത്തിനുള്ളൂ. ഇനി റസൂലുള്ളാഹി പറഞ്ഞ ആയുസ്സിലേക്ക് എത്ര ചുവടുകൂടി പോകാനുണ്ട്? മണിക്കൂറുകൾ നമുക്കിതാ സെക്കൻഡുകളായി തോന്നുന്ന കാലഘട്ടമാണ്. വർഷം ഒരു മാസമായി, മാസം ഒരാഴ്ചയായി, ആഴ്ച നിനക്കൊരു ദിവസമായി, ദിവസം ഒരു മണിക്കൂറായി, മണിക്കൂർ ഒരു മിനിറ്റായി, ഒരു മിനിറ്റ് ഒരു സെക്കൻഡായി തോന്നുന്ന ഘട്ടം നമ്മുടെ കാതിലേക്ക് എത്തി, നമ്മുടെ ദിനചര്യയിലേക്ക് കടന്നു വന്നു. ലോകാവസാനം വെളിപ്പാടുകൾ വന്നു നിലകൊള്ളുകയാണ്. നഊദു ബില്ലാഹ്, അമൽ ചെയ്യാൻ ഇനി എവിടെയാണ് സമയം ബാക്കിയുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തെ കുറിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി 3ാമത്തെ ഒരു ഘട്ടം മരണത്തോടുകൂടി കടന്നു വരുന്നുണ്ട്. ആലമുൽ ബർസഖ്, അത് ഖബർ എന്ന ലോകമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതുപോലൊരു ലോകമാണത്, മനസ്സിലാക്കണം നമ്മൾ. നമ്മുടെ മുത്തുനബി വഫാത്തായിട്ട് 1400 വർഷം കഴിഞ്ഞിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? പ്രവാചകർ അവിടുന്ന് ജീവിച്ച് നമ്മളിൽ നിന്ന് 1400 വർഷം മുമ്പല്ലേ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നത്. അവിടുന്ന് വഫാത്തായി ഖബറിൽ കിടക്കുന്നു. പ്രവാചകർ ഖബറിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവും അവന്റെ റസൂലും നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഖബറിൽ അവർ കാണുന്നു. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, മഹത്തുക്കൾ, അമ്പിയാക്കൾ, അവരുടെ ശരീരം മണ്ണ് സ്പർശിക്കൂല. അവർ ഖബറിൽ ഇരുന്നു കൊണ്ട് അമലുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇത്രയും വർഷമായി, 10,100 വർഷമായി. അപ്പൊ തന്നെ മനസ്സിലായിക്കോ, അതൊരു ലോകമാണ്. അതൊരു ലോകം. ഇത്രയും വർഷമായിട്ട് അതൊരു ലോകമാണ്. അവിടെ 1400 വർഷം നബി ഇങ്ങനെ വെറുതെ കിടക്കാന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ല, നബിക്ക് എന്തൊക്കെ പണിയുണ്ട്, കൊള്ളാം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ഉദ്യാനമാക്കി കൊടുത്തിരിക്കുകയാണ്. അതാണ് ഖബർ എന്ന് പറയുന്നത്. വലിയൊരു അത്ഭുതമാണ്. നീ ജീവിച്ചിരിക്കുന്നത് ഈ ഭൂമുഖത്ത്, അത് തന്നെ ഭൂമിയിൽ നിന്ന് വളരെ കുറഞ്ഞ സ്ഥലത്ത്, പരിമിതമാക്കപ്പെട്ടതാകുന്ന സ്ഥലത്താണ് നീ നിലകൊള്ളുന്നത്. നീ ആറടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് പോയി നോക്കണം. അത് വലിയ ലോകമാണ്, വലിയ ലോകമാണ്. ഈ ഭൂമിയുടെ 1/3 ഭാഗമാണ് കര, ബാക്കിയുള്ളത് മുഴുവൻ വെള്ളം. കടലിലൊന്ന് പോയി നോക്ക്, കടലിന്റെ അടിയിലേക്ക്. എത്ര വലിയ അത്ഭുതങ്ങളാണ് കടലിൽ നടക്കുന്നത്.
കടലിന് വിവിധ തട്ടുകൾ, അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ, കോടാനു കോടി ജീവികൾ അതിനടിയിൽ വസിക്കുന്നു. വലിയ ലോകമാണത്. ബഹർ വലിയൊരു ലോകമാണ്. ഇതേപോലെ ഈ ഭൂമി നമുക്കൊരു വലിയ ലോകമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ ലോകം ഈ ഖബറിൽ കിടപ്പുണ്ട്. 6 അടി മണ്ണിന്റെ ഇരുട്ടറയിൽ വലിയ ലോകമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഏകാന്തതയുടെ ഭവനമാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞത്, ഖബർ കേൾക്കുമ്പോൾ പൊട്ടിക്കരയുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് കൂട്ടുകാർ ചോദിച്ചില്ലയോ, മായുബ്കീക യാ ഉസ്മാൻ, എന്തേ ഉസ്മാനെ നിങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയാനുള്ള കാരണം? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ളതാകുന്ന തുടക്ക ഭവനമാണ് ഖബർ. ആ ഖബറിൽ രക്ഷപ്പെട്ടാൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും രക്ഷയാണ്. ഖബറിൽ ആരെങ്കിലും പ്രയാസപ്പെട്ടാൽ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും പ്രയാസമാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആരെ കൊണ്ടുവന്ന് ഖബറടക്കിയാലും ആ ഖബറിന്റെ സമീപത്തേക്ക് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പാടാറുണ്ടായിരുന്നു, ഫൈൻ തൻജു മിൻഹാ തൻജു മിൻ ദീ അളീമതി വഇല്ലാ ഫൈനി ലാ യഖാലുക നാജിയാ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലയോ ഖബറിൽ കിടക്കുന്ന സഹോദരാ സഹോദരി, ഈ 6 അടി മണ്ണിന്റെ ഇരുട്ടറയിൽ നിന്ന്, ഇതിന്റെ ചോദ്യങ്ങളിൽ നിന്ന്, ഇതിന്റെ വിഷമങ്ങളിൽ നിന്ന്, അതിന്റെ ഇരുട്ടിൽ നിന്ന്, അതിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ ഞെരുക്കത്തിൽ നിന്ന്, ഈ ഖബറിലെ ചോദ്യോത്തരങ്ങളിൽ നിന്ന്, ഇതിന്റെ പ്രയാസത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തൻജു മിൻ ദീ അളീമതി, എല്ലാ വലിയ വിപത്തുകളിൽ നിന്നും നീ രക്ഷപ്പെട്ടവനാണ്. വഇല്ലാ ഫഇന്നി ലാ യഖാലുക നാജിആ, ഈ ഖബറിന്റെ ഏകാന്തതയിൽ നിന്ന്, അതിൻ്റെതാകുന്ന ബുദ്ധിമുട്ടിൽ നിന്ന്, അതിൻ്റെ ഞെരുക്കത്തിൽ നിന്ന്, അതിൻ്റെ പ്രയാസത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ നിനക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഒരു സ്ഥലത്തും രക്ഷപ്പെട്ടവനായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മനസ്സിലായിക്കോ, ചെറിയ വിഷയമല്ല. ഖബർ നിസ്സാരമല്ല. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാസോബ് ഹന റബ്ബി അതിൽ കീഴടക്കേണ്ടതാണ് സമാന. സമ്പാദ്യ മുതലിൽ നിന്ന് 3 ഫാന, സമ്പാദ്യ മുതലിൽ നിന്ന് 3 ഫാന, അത് മാത്രമല്ലതി എപ്പോഴും വഹദാന. ചിതലും പോഴൂക്കൽ താവളം പേരു തുണ്ടതിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ഖബറെന്തോ കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ
വിട്ടു നീ കരയേണ്ടതാ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്, അള്ളാഹു എടുത്ത ദർജ ഉയർത്തുമാറാവട്ടെ. ഖബറിനെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, എങ്കിലേ നമ്മുടെ ജീവിതം നന്നാവുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ജീവിതം ചിട്ടയാകണമെങ്കിൽ അടുത്തൊരു ലോകമുണ്ടെന്നൊരു തിരിച്ചറിവുണ്ടാകണം. നമ്മൾ ഇവിടെ ഇങ്ങനെ മനോഹരമായി വീട് വെച്ച് അതിനിങ്ങനെ മോടി പിടിപ്പിച്ച് വർഷത്തിൽ അതിനിങ്ങനെ പെയിന്റ് അടിച്ച് ഇഷ്ടികൾ ഇളകിപ്പോകുമ്പോൾ വീണ്ടും ഒരു റൂം പിടിച്ച് മനോഹരമാക്കി ഇങ്ങനെ കൊണ്ടാടിക്കൊണ്ട് നടക്കുക. ഇവിടെ ശാശ്വത എന്നുള്ള ജീവിത അങ്ങനത്തെ ഒരു ചിന്തയാണ് മുസ്ലിമിന് വന്നു പോയത്. അവിടെയാണ് വിഷയം. നമ്മൾ മുസ്ലിമീങ്ങളല്ലേ, മരിക്കുന്നുള്ള ചിന്ത വേണ്ടേ? വാപ്പ മരിച്ചു കിടക്കുമ്പോഴും ആ ഒരു ചിന്ത ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാ? ഉമ്മ മരിച്ചാലുടനെ കാതിൽ കിടക്കുന്ന കമ്മലും അരിക്കത്തും കയ്യിൽ കിടക്കുന്നതാകുന്ന വളകളുമൊക്കെ ഊരിയെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന സഹോദരിമാരില്ലേ? എന്തുകൊണ്ട് മരണത്തെ നമുക്ക് ഭയമില്ല? അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്നുള്ള ഒരു ബോധം നമ്മൾ നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു കാക്കട്ടെ. ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ നമ്മളോട് പറഞ്ഞത് മരണത്തെക്കുറിച്ചാണ്. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. സർവ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ ചിന്ത നിങ്ങൾ അധികരിപ്പിക്കാൻ, ചിന്തിക്കണമെന്നല്ല, അക്സിറു നിങ്ങൾ അധികരിപ്പിക്കണേ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. ആ ഒരു ചിന്ത നിങ്ങൾ അധികരിപ്പിക്കണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളിൽ എത്ര പേരങ്ങനെ ചിന്തയുണ്ട്? ദീൻ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഒഴികെ. കാരണം അവർക്ക് ആ പഠിക്കുന്ന വിജ്ഞാനത്തിൽ നിന്ന് പ്രയാസമായി പോകും. അവരൊഴികെ ബാക്കിയുള്ളവരൊക്കെ ഇത് ചിന്തിക്കണമെന്നാണ് ഈ ഹദീസിന്റെ വിവക്ഷയിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. നമ്മൾ എത്ര ദിവസം മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? അതുകൊണ്ടാണ് എല്ലാ ദിവസവും മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറയും. നാട്ടിൽ ഒരാൾ മരിച്ചാൽ നമ്മളവിടെ പോകണം, മരണ വീട്ടിൽ ചെല്ലണം, വിശുദ്ധമായ ഖുർആൻ ഓതണം. ഇന്നിപ്പോ മരണ വീട്ടിൽ എവിടെ ഖുർആൻ? മരണ വീട്ടിൽ വാപ്പ മരിച്ചാൽ ഉടനെ തന്നെ 10 പത്രം വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. 10 പത്രം വായിക്കുക, വലിയ സംഭവമാണ്. മരിച്ചുപോയതാകുന്ന വാപ്പയാണ് മരിച്ചതെങ്കിൽ അല്ലെങ്കിൽ ഉമ്മയാണ് മരിച്ചതെങ്കിൽ അവരുമായിട്ടുള്ള ആ കണക്ഷൻ, ബന്ധത്തെ സൂചിപ്പിക്കുന്ന മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ സർട്ടിഫിക്കറ്റ്. IAS എടുത്തവനാണെങ്കിൽ അത്, റിട്ടയർഡ് ജഡ്ജി ആണെങ്കിൽ അത്, എല്ലാ സംഭവങ്ങളും അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ അതാണ് നോക്കുക. അത് വന്നിട്ടില്ലെങ്കിൽ എൻ്റെ പൊന്നെ, അതിനകത്ത് എന്തെങ്കിലും വള്ളി പുള്ളിക്ക് വ്യത്യാസം വന്നാൽ ഹൽക്കിന് പിടിക്കും പത്രക്കാരൻ്റെ. അവൻ്റെ മയ്യത്ത് സ്കരിച്ചിട്ട് ഇടങ്ങുള്ളൂ. അതിനുവേണ്ടിയാണ് പത്രം വരുത്തുന്നത്. നോക്കിയാൽ പത്രം നോക്കിയാട്ടോ, അതിനകത്തുണ്ട് കേട്ടോ നമ്മുടെ ഫോട്ടോ. എങ്ങനെയുണ്ട്? ക്ലാരിറ്റി ഉണ്ടോ? മരിച്ചാലുള്ള ഫോട്ടോ ആണ്. എന്തിന് ക്ലാരിറ്റി ഉണ്ടോ? ക്ലാരിറ്റി ഇച്ചിരി അതിന് കുറവുണ്ട് കേട്ടോ. ഈ പത്രത്തിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഒരു 10 ഖുർആൻ അവിടെ ഇല്ല. യാസീൻ ഓതുന്നത് ബിദ്അത്ത്. അവിടെ ഇത്തരത്തിലുള്ളതാകുന്ന ദുരാചാരങ്ങൾ, പത്രം വായിച്ച് സൊറ പറയുന്നത് സുന്നത്ത്. ഈ ഒരു അവസ്ഥയിലേക്ക് സമൂഹം എത്തിയിരിക്കുക അല്ലേ? അല്ലാഹു മലക്കാക്കട്ടെ. ഖുർആൻ ഓതലില്ല, ഫാത്തിഹ ഓതലില്ല, ദിക്ർ ചൊല്ലലില്ല, സ്വലാത്ത് ചൊല്ലലില്ല, മരിച്ചുപോയ ആളുകളുടെ നന്മ പറയലില്ല. ആവശ്യമില്ലാത്ത ഫനായും ഫസാദും പറഞ്ഞ് നമ്മുടെ നാവിനെ മലീമസപ്പെടുത്തുകയാണ്. എവിടെ മരണ വീട്ടിലുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. പള്ളിയിലേക്ക് പോയാലോ, മയ്യത്തുമായിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ ദിക്റില്ല. അതൊക്കെ കുറഞ്ഞു വന്ന കാലഘട്ടം. അതൊക്കെ തെളിവുണ്ടോ, ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ എന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതാകുന്ന ഒരവസ്ഥ. അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് യാതൊരുവിധ അസിലുമില്ല എന്ന് മനസ്സിലാക്കിയതാകുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ നല്ല കുറവ്. പള്ളിയിലെത്തിയാൽ നമസ്കരിക്കാൻ വരുന്നവർ കുറവ്. വീട്ടിൽ തന്നെ മയ്യത്ത് കണ്ടിട്ട് മയ്യത്ത് കാണൽ വലിയ പുണ്യാക്കി വെച്ചിരിക്കുകയാണ്. അല്ലാഹു മലക്കാക്കട്ടെ. മഹത്തുക്കളാകുന്ന ആളുകൾ ഒഴികെ സാധാരണക്കാരുടേതാകുന്ന ജനാസ കാണുന്നതിൽ യാതൊരുവിധ പുണ്യവുമില്ല. മനസ്സിലാക്കിക്കോ. മയ്യത്തിന്റെ തുണി നോക്കി നോക്കുക, ഇങ്ങനെ ഉണ്ടെന്ന് നോക്കുക. അതിലൊരാൾ അവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്, പ്രത്യേകം പൈസ കൊടുത്തിട്ട്. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കിനി ഏതെങ്കിലും ഭായിമാരായിരിക്കും പിന്നെ അവിടെ നിൽക്കുക. വരാകുമ്പോൾ ഇങ്ങനെ എല്ലായിടത്തും നിന്നോളും. മയ്യത്തിന്റെ തുണി നോക്കി കൊടുക്കുക. എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ. അവിടെ ആളെ നിർത്തിയിരിക്കുകയാണ്. അത് വലിയൊരു കൂലി, വലിയൊരു ജോലിയായിട്ട്, വലിയൊരു സംഭവം. വരുന്ന രാഷ്ട്രീയക്കാരെല്ലാവരും ഇങ്ങനെ തുണി നോക്കി കാണിക്കുകയാണ്. എല്ലാവരും കാണിച്ചു കൊടുക്കുക മയ്യത്ത്. അത് വലിയൊരു ഇബാദത്ത്, വലിയ സംഭവം. അവിടെ വന്ന് കണ്ടിട്ട് ആ കുടുംബക്കാരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അവിടെ തന്നെ കാണുന്നത് പുരുഷനാണെങ്കിൽ പുരുഷന്മാര് കാണണ്ടേ, സ്ത്രീകളാണെങ്കിൽ മാത്രമല്ലേ സ്ത്രീകളെ കാണുള്ളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം ഇരുന്ന് കാണുക. അതിലെല്ലാത്തുപരി പള്ളിയിലേക്ക് കൊണ്ടുവന്ന മയ്യിത്ത് നമസ്കാരത്തിന് പങ്കെടുക്കാൻ ആളുകളില്ല, വളരെ കുറവ്. മയ്യിത്ത് നമസ്കാരത്തിന് ആളുകളില്ല. ഈ കൊറോണയുടെ സാഹചര്യത്തിൽ വീട്ടിൽ മയ്യിത്ത് നമസ്കരിച്ചു, അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. അല്ലാതെ തന്നെ വരുന്ന അവസ്ഥയാണ്. പള്ളിയിൽ മയ്യിത്ത് നമസ്കാരത്തിന് വളരെ കുറവ്. വലിയ ആളാണ് മരിച്ചത്, മയ്യിത്ത് നമസ്കാരത്തിന് ആള് കുറവ്.
ഇനി മയ്യത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ചടങ്ങുകൾക്കാണ് കുറവ്. ഖബറിനടുക്കലേക്ക് പോകൂല. പാളയംകോടം പഴം വെച്ചിട്ടുണ്ട് അവിടെ, അത് അടിക്കാനാണ് ഹയവാൻ വന്നത് പള്ളിയിലോട്ട്. ആ പഴം എടുത്തിട്ട് റാഹത്തായിട്ട് അടിച്ചതിന് ശേഷം പിന്നെ അല്ലാ പിന്നെ അതിനുവേണ്ടി പള്ളി വരുന്നത്. നാരങ്ങാ വെള്ളവും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് വേഗം തടി തപ്പുക, അതിനുവേണ്ടി വേഗം ഇടി കൂടുക. എല്ലാ സമൂഹത്തിൽ നടക്കുന്നത്. ആരെങ്കിലും ഖബറിനടുത്തോട്ട് പോകുന്നുണ്ടോ? മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുത്തിട്ട് മയ്യത്ത് മറമാടുന്നത് വരെ ഖബറിന്റെ സമീപത്ത് നിലകൊള്ളുന്നവന് ഫലഹു ഖീറാത്താൻ, 2 ഖീറാത്ത് പ്രതിഫലം ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സഹാബത്ത് ചോദിക്കുകയാണ്, വമൽ ഖീറാത്താനി യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ നബിയേ മയ്യത്ത് മറവാടുന്നത് വരെ നിലകൊള്ളുന്നവന് 2 ഖീറാത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉഹദ് മലയോളം സമാനമായ 2 മലകൾ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സ്വർണം ചെലവഴിച്ചവനുള്ള പ്രതിഫലമാണ്. ഉഹദ് മലയോളം വലിപ്പമുള്ളതാകുന്ന നീണ്ടു കിടക്കുന്നതാകുന്ന വലിയ മലയല്ലേ ഉഹദിന്റെ മല, അത്രത്തോളം വലിയ 2 മലകൾക്ക് സമാനമായ സ്വർണം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ച പ്രതിഫലം അല്ലാഹുവിന് നൽകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ചെറിയ കാര്യമല്ല, നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് സാധിക്കുമോ അത്രയും സമ്പത്ത് ദീനിനു വേണ്ടി ചെലവഴിക്കുക എന്ന് പറയുന്നത്. അത് കിട്ടണമെങ്കിൽ സാധാരണ ഒരു മൂമിനായ മനുഷ്യന്റെ ഒരു പാവപ്പെട്ട ഒരു ഉമ്മാടെ മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുത്ത് മയ്യത്ത് മറവാടുന്നവരെ ഖബറിനെടുത്ത് നിൽക്കുക, ആ തൽക്കീനും തസ്ബീത്തിനും ഒക്കെ പങ്കെടുത്ത് ദുആയിൽ പങ്കാളിയായിട്ട് പോവുക. ഒരൊട്ടകത്തെ അറുത്തിട്ട് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം അത്രയും നിങ്ങൾ ഖബറിന്റെ അടുത്ത് നിൽക്കണമെന്നാ. എത്ര കുടുംബാദികൾ ശ്രദ്ധിക്കുന്നുണ്ട്? വേഗം ഇന്നലെ മരിച്ചതാണ് എൻ്റെ പൊന്നും, അപ്പം ഇയാളെ നടക്കിയിട്ട് വേണം ഫുഡ് അടിക്കാൻ, നല്ല നെയ്ച്ചോറും പറ്റും വീട്ടിൽ വെച്ചിട്ടുണ്ട്, വേഗം പോയേക്കാം. അതുവരെ ഒന്നും കഴിക്കാതിരിക്കുകയായിരുന്നു, വേഗം കുഴിയിലോട്ട് ഇറക്കി വെച്ചിട്ട് ഓടുകയാണ്. ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറിൽ വെച്ചാല് വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ കുടുംബാദികൾ ശ്രദ്ധിക്കും, ഒരൊട്ടകത്തെ അറുത്തിട്ട് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം അത്രയുമെങ്കിലും നിങ്ങൾ ഖബറിന്റെ സമീപത്ത് തസ്ബീത്ത് ചോദിച്ചുകൊണ്ട് മയ്യത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചുകൊണ്ട് നിലകൊള്ളണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ അമൽ ചെയ്യേണ്ടതല്ലേ, നമ്മളല്ലേ ഇത് അമൽ ചെയ്യേണ്ടത്. കാരണം നമ്മൾ നാളെ ഇത് കാണിച്ചു കൊടുത്താലല്ലേ അതിന്റെ അടുത്ത തലമുറ മക്കളൊക്കെ ഇത് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കടന്നു വരുവുള്ളൂ. അവരുടെ മക്കൾ ഇത് ജീവിതത്തിൽ കൊണ്ടുവരും. വാപ്പാടെ പ്രവർത്തനല്ലേ മക്കൾ ചെയ്യുക. നമ്മളിൽ എത്ര പേര് ഇങ്ങനെ ചെയ്തു കൊണ്ടുവരുന്നുണ്ട്, ശ്രദ്ധിക്കണം നമ്മൾ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തീർന്നില്ല ഖബറിലെ അത്ഭുതങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. റഅയ്തു ഖൗമാ ലൈലത്തുൻ നുസ്രിയ ബി ഇല സമാ റഅയ്തു ഖൗമാ യസ്റഊന ഫീ യൗം വയഹ്സുദൂന ഫീ ദാലികൽ യൗം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആകാശാരോഹണം നടത്തപ്പെട്ടതായ റജബ് 27 രാവിൽ ഒരു കൂട്ടം ആളുകളെ ഞാൻ ഖബറിൽ കാണുകയാണ്. സ്വഹാബാ ആരെന്നറിയുമോ യസ്റഊന ഫീ യൗം വയഹ്സുദൂന ഫീ ദാലികൽ യൗം. അവർ പ്രഭാതത്തിൽ വിത്തിറക്കുന്നവരാണ്, വൈകുന്നേരമാകുമ്പോ ആ വിത്തെല്ലാം ധാന്യമണികളായി കൊയ്തെടുക്കുന്നവരാണ്. അത്തരത്തിൽ ഖബറിൽ കൃഷി ഇറക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വഫാത്തായി പോയ ആളുകളാണ്. അവരെങ്ങനെ കണ്ടു നബിതങ്ങൾ? ഖബറിൽ ഇങ്ങനെ വിത്തിട്ട് കളിക്കുക. ഖബറിൽ, അതാ ഞാൻ പറഞ്ഞത്, ഖബറിന്റെ അടിഭാഗത്ത് ഭയങ്കര പരിപാടിയാണ്. ആലമുൽ ബർസഖ് മറ്റൊരു ലോകമാണ്. അവര് കൃഷി ചെയ്യാൻ രാവിലെ വിത്തിടും, വൈകിട്ട് അതിങ്ങനെ കൊയ്തെടുക്കും. എന്നിട്ട് എന്താ പരിപാടി? ഇത് തിന്നാനാണോ? ഒന്നല്ല, അവർക്ക് രസം, നേരം പോക്ക്, എന്തെങ്കിലും വേണ്ടേ. എന്തായാലും മറ്റേ ജീവിതം കഴിഞ്ഞു, ദുന്യാവ്, അവിടെയാണ് അമലിന്റെ ലോകം. എല്ലാം കഴിഞ്ഞു, അവിടെ റാഹത്തായി, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂഹിക്കാനുള്ള ലോകം കൊടുത്തിരിക്കുകയാണ്. ആലമുൽ ബർസഖ്, ഖബറിന്റെ അടിഭാഗമാണ്, മറയുടെ ലോകമാണ്. നമ്മളിതൊന്നും കാണുന്നില്ല. നമ്മൾ ഭൂമുഖത്ത് ഇങ്ങനെ കളിച്ച് ഉല്ലസിച്ച് നടക്കുക.
ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മൻ ഹൗലാഇ യാ ജിബ്രീൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ആരാണ് ജിബ്രീലേ ഈ കൂട്ടർ? ഒന്ന് പറഞ്ഞു തരണേ, പറഞ്ഞു തരണേ. ആറടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഈ ഖബറിനകത്ത് നമ്മൾ കാണാത്ത വല്ലാത്ത കാഴ്ചയാണല്ലോ, അത്ഭുതം നിറഞ്ഞ കാഴ്ചയാണല്ലോ. പ്രഭാതത്തിൽ കൃഷി ഇറക്കുന്നവരാണ്, വിത്തിറക്കുന്നവരാണ്, വൈകുന്നേരം അത് കൊയ്തെടുക്കുന്നവരാണ്. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഹുമുൽ മുഹാജിറൂൻ, അവരാണ് പരിശുദ്ധരാകുന്ന മക്കക്കാർ റസൂലേ. അവിടുത്തോടൊപ്പം പവിത്രമാക്കപ്പെട്ട മദീനയിലേക്ക് തന്റെ കുടുംബത്തെയും നാടിനെയും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് അവിടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവിടുത്തോടൊപ്പം ഇറങ്ങി തിരിച്ച് ഹിജറ ചെയ്തതാകുന്ന സ്വഹാബത്തില്ലയോ, അവരാണ് ഈ കാണുന്നത്, അവരെയാണ് ഈ കാണുന്നത് റസൂലേ എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞുവെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. والسابقون الأولون والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചതാകുന്ന സച്ചരിതരാകുന്ന സ്വഹാബത്തെ കിറാം മുഹാജിറുകളാകുന്ന ആളുകൾ സ്വന്തം കുടുംബത്തെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി വേർതിരിച്ചവരാണ്, സമ്പത്ത് മുഴുവനും ദീനിനു വേണ്ടി തൊഴിച്ചവരാണ്, മക്കളെ ദീനിനു വേണ്ടി ഒഴിവാക്കിയവരാണ്, അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും ഇഷ്ടം വെച്ചുകൊണ്ട് പ്രിയം വെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചവരാണ്, സ്വന്തം ശരീരത്തെ ബലിയർപ്പിച്ചവരാണ്, ദീനിനു വേണ്ടി ഷഹീദായവരാണ്. അത്തരത്തിലുള്ളതാകുന്ന ആളുകളെയാണ് ഈ കാണുന്നത് റസൂലേ. ഹുമുൽ മുഹാജിറൂന, ഹുമുൽ മുഹാജിറൂൻ, അവർ ഹിജറ വന്ന സ്വഹാബത്താണ് റസൂലേ. യസ്റഊന ഫീ യൗം വയഹ്സുദൂന ഫീ യൗം, രാവിലെ കൃഷി ഇറക്കുന്നു, വൈകിട്ട് വിത്ത് കൊയ്തെടുക്കുന്നു. മാഷാ അല്ലാഹ്. ഇനി അടുത്ത അത്ഭുതം കേൾക്കണോ? എത്ര ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദു ശുഹദാഇ ഹംസ റളിയല്ലാഹു അൻഹു, ഉറക്കെ പറയ്. നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് ഒരു ഷഹീദിന്റെ ചാരത്താണ്. മാഹീൻ അബൂബക്കർ ഷഹീദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരെ പോലെ, മുൻകഴിഞ്ഞു പോയതാകുന്ന സർവ്വശോതാക്കളെ പോലെ, ഈ ഭീമാപ്പള്ളിയുടെ പരിസരത്ത് വെടിയുണ്ടയേറ്റുകൊണ്ട് മരണപ്പെട്ടതാകുന്ന ശോതാക്കളെ പോലെ അവർക്കെല്ലാവർക്കും നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട സയ്യിദ് ശുഹദാഇ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? ബഹുമാനപ്പെട്ടവർ യതീറു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. റഅയ്തു ബിഐനയ്യ, എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എവിടെയാ മൂപ്പരുള്ളത്? ഖബറിലാ ഉള്ളത്. മനസ്സിലാക്കണം. അദ്ദേഹത്തെ സ്വർഗത്തിൽ ഞാൻ കണ്ടു, ഞാൻ സ്വർഗീയ ആരാമങ്ങൾ ഉല്ലസിക്കുന്നതായി. ഖബറിൽ ഞാൻ അദ്ദേഹത്തെ ആസ്വാദനത്തിൻ്റെതാകുന്ന മാറാപ്പുകൾ മാറ്റി വളരെ സന്തോഷത്തിൻ്റെതാകുന്ന തീരം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ. മൂത്തത്തി യുദ്ധത്തിൽ ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് ഷഹീദായതാകുന്ന ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്വേഷിച്ചുകൊണ്ട് ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഐന സൗജി യാ ഹബീബല്ലാഹ്, എന്റെ ഭർത്താവ് എവിടെ, എന്റെ ഭർത്താവ് എവിടെ? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നഹു ഷഹീദ്, ഇന്നഹു ഷഹീദ്, ഒരു ഷഹീദായിട്ടുണ്ട്, ദീനിന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ പെണ്ണ് വളരെ വിഷമം. വീണ്ടും ചോദിച്ചു, ഐന സൗജി യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് എവിടെ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വഹുവ ശഹീദുൻ യതീറു ഫിൽ ജന്ന കമാ തതീറു ത്വയ്റു ഫിൽ ഹവാ. ആകാശലോകത്ത് അനന്തമാകുന്ന രീതിയിൽ മനോഹരമായ രീതിയിൽ പക്ഷികൾ പട്ടമിട്ട് പറക്കുന്നത് പോലെ വട്ടമിട്ട് സ്വർഗത്തിൽ പറക്കുന്നതായിട്ട് പറവയെ പോലെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ കണ്ടു എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇത് പറയുമ്പോഴും ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജനാസ ഖബറിലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കണം, ഖബറിൽ ആള് കിടക്കാൻ അപ്പോഴും ബഹുമാനപ്പെട്ടവരെ സ്വർഗത്തിൽ തത്തിക്കളിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ ഖബർ സ്വർഗീയ ഉദ്യാനമായി അള്ളാഹു കൊടുത്തു. അതിനെ നമ്മൾ ദ്വാരക്കുന്നത് ഖബറിന്റെ അടുക്കലെത്തിയിട്ട് എന്ത് ദ്വാരക്കും? അല്ലാഹുമ്മ വസ്സിഅ ഖബറഹു, ഈ മനുഷ്യന്റെ ഖബർ നീ വിശാലാക്കണേ. ആരൊക്കല്ലേ എന്തിനാ എല്ലാവരും ഓർക്കും എന്താണ് ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ അവിടെ ഇടുക്കല്ല, എല്ലാ സൗകര്യവും. ഖബറിനകത്ത് ഭയങ്കര അത്ഭുതങ്ങളാണ് അവിടെ. ഇവിടെ ദിക്റും ഇബാദത്തും നമസ്കാരങ്ങളും ഇബാദത്തുകളും ഒക്കെയായി ചിട്ടവെക്കുന്ന ആളുകൾക്ക് ഖബറിൽ റാഹത്താണ്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ നല്ല വിശാലത കിട്ടും, ഉറപ്പാണ്. ഇവിടെ കുടുസായ ജീവിതം നയിക്കുന്നവർ, ഇവിടെ നമസ്കാരത്തിന് വിമുഖത കാണിക്കുന്നവർ, ഇവിടെ ഇബാദത്തുകൾക്ക് താല്പര്യം കാണിക്കാത്തവന് തീർച്ചയായും ഖബറെടുക്കും തന്നെ ഉറപ്പാണ്. അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, ഖബറിലെ അത്ഭുതത്തെ കുറിച്ച് സ്വഹാബത്തിനോട് വാചാലനാവുകയാണ്. വേഗം നിർത്തും, സമയം വളരെ വൈകി. 1 മണിയാകുമ്പോൾ നിർത്തണ്ടേ? യാത്ര പോണ്ടേ? ഘോഷയാത്രയ്ക്ക് പോണ്ടേ? വേഗം നിർത്താം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് അത്ഭുതങ്ങൾ, ഖബറിലെ അത്ഭുതം. ശ്രദ്ധിച്ചോ. റഅയ്തു ഖൗമാ, ഒരു കൂട്ടം ആളുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. സഹാബ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ്. കുറെ പേര് ക്ഷീണം പിടിച്ചിട്ടുണ്ട്. ഒന്ന് എഴുന്നേറ്റ്. അല്ലാഹ് യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം. ഉറക്കെ പറഞ്ഞേ ഒന്ന്. കുറെ പേര് അവിടെ ഉറങ്ങിയതെന്നല്ലോ, എഴുന്നേക്കുന്നില്ല എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. അല്ലാഹ് അനുസരണയുള്ള മക്കളായി അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം. ഇരുന്നോളി. അല്ലാഹ് നിങ്ങളൊന്ന് റീഫ്രഷ് ആകാൻ വേണ്ടിയാ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തുകയാണ്. നല്ലതുപോലെ ശ്രദ്ധിച്ചോ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അവസാന ഭാഗമാണ്. ശ്രദ്ധിക്കണേ. റഅയ്തു ഖൗമാ, ഒരു കൂട്ടം ആളുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. സഹാബ ബൈന അയാദീഹിം ലഹ്മുൻ ലളീജ് വലഹ്മുൻ ആഖറു ഖബീസ്. അവരുടെ മുന്നിൽ നല്ല ഫ്രഷ് മാംസം അല്ലാഹു നൽകിയിട്ടുണ്ട്. അവരുടെ മുന്നിൽ അല്ലാഹു മനോഹരമായ മാംസം അല്ലാഹു ഖബറിൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല വലഹ്മുൻ ആഖറു ഖബീസ്, മറ്റൊരു പാത്രത്തിൽ ഏറ്റവും മോശപ്പെട്ടതാകുന്ന ഭക്ഷണവും ഇറച്ചിയും അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ മലക്കുകൾ, ജബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ, അവരുടേതാകുന്ന മോശപ്പെട്ടതാകുന്ന പാത്രത്തിൽ നിന്ന് അതിന്റെ മാംസം കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. കഴിക്കാതിരിക്കുമ്പോൾ മർദ്ദിച്ചുകൊണ്ടവരെ അല്ലാഹു കഴിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഇതിങ്ങനെ കണ്ടപ്പോ ഞാൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു പോയി, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലെ ഈ കൂട്ടർ? 6 മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിൽ ഇത്തരത്തിൽ നീചമാക്കപ്പെട്ട ശിക്ഷയ്ക്ക് വിധേയരാകുന്ന ആളുകൾ ആരാണ്? മുന്നിൽ മനോഹരമാക്കപ്പെട്ട ഭക്ഷണമുണ്ടായിട്ട്, മനോഹരമാക്കപ്പെട്ട മാംസാഹാരം അല്ലാഹു നൽകിയിട്ട്,
അതിൽ നിന്ന് കഴിക്കാൻ പറ്റാതെ നീചമാക്കപ്പെട്ട നികൃഷ്ടമായ മാംസത്തെ കഴിക്കാൻ ആര് കണ്ടാലും വെറുക്കുന്ന ദുർഗന്ധം വമിക്കുന്നതാകുന്ന മാംസാഹാരം നിർബന്ധിച്ചുകൊണ്ട് കഴിപ്പിക്കുന്നതാകുന്ന ഈ ആളുകളാരാണ്? കഴിക്കാൻ വിധിക്കപ്പെട്ടതായ ആളുകളാരാണ്? എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ മറുപടി നൽകി, യാ റസൂലല്ലാഹ്, ആരെന്നറിയുമോ? ലഹും ഇംറഅത്തുൻ ഹലാൽ വതറകൂഹുന്ന ലിസ്സിനാ. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ആരെന്നറിയുമോ റസൂലേ? ഇവർക്ക് വിവാഹ ബന്ധത്തിലൂടെ അനുവദനിക്കപ്പെട്ടതാകുന്ന ഹലാലായ ഭാര്യമാർ അല്ലാഹു നൽകിയവരാണ്. എന്നിട്ട് ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞതിന്റെ പേരിൽ ഭീമാ പള്ളിയിൽ അധിവസിക്കുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരിയെ ഒഴിവാക്കിക്കൊണ്ട് അന്യമതത്തിൽപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരിയുമായി, അല്ലെങ്കിൽ അവൻ അന്യനാക്കപ്പെട്ടതാകുന്ന ഒരു പെണ്ണുമായി സ്നേഹബന്ധം വെച്ച് പുലർത്തി സ്വന്തം ഭർത്താവ് മറ്റുള്ള പരപുരുഷന്മാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അത്തരത്തിൽ ഭാര്യയെ തഴഞ്ഞുകൊണ്ട് ജീവിതം നയിച്ച ആളുകൾക്ക് ഖബറിൽ അല്ലാഹു നൽകുന്ന ശിക്ഷയാണ്. വലതു ഭാഗത്ത് മനോഹരമാക്കപ്പെട്ട നല്ല ഫ്രഷ് മാംസം ഒരു പ്ലേറ്റിൽ അല്ലാഹു നൽകുകയാണ്. കഴിക്കാൻ കൈ നീട്ടുമ്പോൾ മലക്കുകൾ തട്ടുകയാണ്. ഇടതു ഭാഗത്ത് മോശപ്പെട്ട മാംസം അല്ലാഹു നൽകുകയാണ്. നീചമാക്കപ്പെട്ട മാംസം, നികൃഷ്ടമാക്കപ്പെട്ട മാംസം, ആര് കണ്ടാലും വെറുക്കുന്ന മാംസം, ആര് കണ്ടാലും ദുർഗം കൊണ്ട് അകന്നു നിൽക്കുന്ന മാംസം അവരെ കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. ദിവസങ്ങളോളം പഴക്കമുള്ളതാകുന്ന മാംസാഹാരം നമ്മൾ നമ്മുടെ കൈകൊണ്ട് തൊടാറുണ്ടോ? പുഴുക്കളഴിച്ചിട്ടുള്ള മാംസാഹാരം ആരാണ് ചെറുപ്പക്കാരാ കഴിക്കുക? ആരാണ് പെങ്ങളെ കഴിക്കാൻ പോകുക? ആര് നിർബന്ധിച്ചാലും വായോട് നമ്മൾ അടുപ്പിക്കൂല. വല്ലാത്ത നാറ്റമാണ്, ദുർഗന്ധമാണ്. എന്നാൽ ആ ചെറുപ്പക്കാരനെ അല്ലാഹു മലക്കുകൾ മുഖേന, ശിക്ഷയുടെ മലക്കുകൾ മുഖേന അടിച്ചിട്ട് കഴിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിൽ നിർബന്ധിച്ചുകൊണ്ട് കഴിപ്പിക്കുന്ന രംഗം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. സാബാ, പഠിച്ചു വെക്കണേ പെങ്ങളെ, ഇതൊരു ചെറുപ്പക്കാരന്റെ കഥ മാത്രമല്ല. ദുനിയാവിൽ സ്വന്തം ഭർത്താവിന്റെ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കടലിൽ റീചാർജ് ചെയ്യാനിരിക്കുന്ന ചെറുപ്പക്കാരുമായി ചങ്ങാത്തം പുൽകുന്ന സഹോദരിമാരില്ലയോ? പഠിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ബാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും തിരുവനന്തപുരത്തെ വിവിധ കലാലയങ്ങളിലേക്ക് മക്കളെ പറഞ്ഞു വിടുമ്പോ MBBS ബിരുദധാരിയായിട്ട് എന്റെ പൊന്നുമോൾ ഒരിക്കലെങ്കിലും ഈ പടിവാതിൽ കയറി വരണമെന്ന് ആശ വെച്ചുകൊണ്ട് മാതാപിതാക്കൾ മക്കളെ ഇറക്കി വിടുമ്പോ കാമുകനുമായി രഹസ്യമായി വേഴ്ച നടത്താൻ മടിയില്ലാതെ ഇറങ്ങിത്തിരിക്കുന്ന പെങ്ങളെ, അന്യരാകുന്ന പരപുരുഷന്മാർക്ക് പായ്വിരിക്കാൻ രാത്രിയോടെ യാമങ്ങളെ തള്ളി നീക്കുന്ന പെങ്ങളെ, അതിനുവേണ്ടി മോശപ്പെട്ട തലങ്ങളെ തെരഞ്ഞെടുക്കുന്ന പെങ്ങളെ, മക്കാമുകളുടെ പരിസരത്തിൽ പോലും അത്തരത്തിലുള്ള പേക്കൂത്തുകൾ നടത്താൻ മടിയില്ലാതിരിക്കുന്നതാകുന്ന സഹോദരിമാരെ, അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുമായി ഒന്ന് തൊട്ടൊരുമിയിരിക്കണമെന്നുള്ള ആശ വെച്ചുകൊണ്ടാണ് നീ വരുന്നതെങ്കിൽ നിന്റെ സിയാറത്ത് ഒരിക്കലും അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഇഷ്ടപ്പെടൂല, അവർക്കൊരിക്കലും ഇഷ്ടം വരൂല. നാളെ ആഖിറത്തിൽ നീ ഖേദിക്കേണ്ടി വരികയാണ്. തീർച്ചയായും നിന്റെ സിയാറത്ത് പടച്ച റബ്ബിന്റെ ദർബാറിൽ പൊരുത്തം കിട്ടൂല. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്മാരുടെ കുരുത്തക്കേട് നിന്റെ ജീവിതത്തിൽ എന്നെന്നും ഉണ്ടാകും. വാപ്പയറിയാതെ, ഉമ്മ അറിയാതെ, സഹോദരനറിയാതെ, സഹോദരിമാരറിയാതെ, നാട്ടുകാരറിയാതെ, കൂട്ടുകാരറിയാതെ മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് തന്റെ കണ്ണുകളെയും കാതുകളെയും കൊണ്ടുപോകുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്. അന്യ പെണ്ണുമായി രാത്രി രഹസ്യമായി ചാറ്റിംഗ് നടത്തുന്നവർ, അത് വാട്സാപ്പിലൂടെ, അത് ടിക്ടോക്കിലൂടെ, അത് മോശപ്പെട്ട ട്വിറ്ററിലൂടെ അശ്ലീലമാക്കപ്പെട്ട തലത്തിൽ ചാറ്റിംഗ് നടത്തുന്ന ആളുകൾ, ടെലഗ്രാം അയച്ചുകൊണ്ട് രാത്രിയോടെ ആ മങ്ങളെ തള്ളി നീക്കുന്ന ആളുകൾ, പുതിയതാകുന്ന ആപ്പുകൾ വരുമ്പോ അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് പുതിയ രീതിയിൽ പുതിയ തലത്തിൽ തന്റെ രാവുകളെ കൊണ്ടുപോകുന്ന ആളുകൾ, കാമുകന്റെ കോള് വരാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാര്, രാത്രിയുടെ യാമങ്ങളെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ, തീർച്ചയായും മനസ്സിലാക്കണേ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ലോകത്തിന്റെ നായകൻ പറയുകയാണ്, ഈ ദുനിയാവിൽ നീ അന്യരുമായി കളിച്ചിട്ടുണ്ടാകാം, അവരുമായി ചിരിച്ചിട്ടുണ്ടാകാം, അവരുമായി വേഴ്സ് നടത്തിയിട്ടുണ്ടാകാം, അവരുമായി മോശപ്പെട്ട സംസാരവും നീ നടത്തിയിട്ടുണ്ടാകാം. ഏത് രീതിയിൽ നടന്നാലും നാളെ ഖബറിൽ നിനക്ക് നൽകാൻ പോകുന്ന ശിക്ഷ ചെറുതല്ല. വലതുഭാഗത്ത് മനോഹരമാകുന്ന മാംസം അല്ലാഹു നൽകുകയാണ്. കഴിക്കാൻ നിനക്ക് സാധിക്കൂല. കൈവച്ചാൽ
മലക്കുകൾ നിന്റെ കയ്യിൽ തട്ടുകയാണ്. ഇടതുഭാഗത്ത് മോശപ്പെട്ട മാംസം അല്ലാഹു വെച്ചിരിക്കുകയാണ്. ആ മാംസം നീ കഴിക്കുന്നില്ല, പക്ഷേ കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. അതിലേക്ക് നോക്കാൻ പോലും നീ തയ്യാറാകുന്നില്ല. പുഴുവരിച്ച മാംസമാണ്, ദിവസങ്ങൾ പഴകിയ മാംസമാണ്. കഴിക്കാൻ മാറി നിൽക്കുന്നതാകുന്ന സഹോദര സഹോദരിമാര്, ഈ ദുന്യാവിൽ പരസ്യമായിട്ട് അന്യരമായിട്ട് ശാരീരിക ബന്ധം വെച്ച് പുലർത്തിയതിന്റെ പേരിൽ അന്യരുടേതാകുന്ന ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ മലീമസഭാക്കിപ്പെടുത്തിയതിന്റെ പേരിൽ സണ്ണി ലിയോൺ തിരുവനന്തപുരത്ത് ഇറങ്ങിയെന്നറിഞ്ഞത് മുതൽ അതിൻ്റെതാകുന്ന വിവരങ്ങളൊന്നും നെത്തിലൂടെ കിട്ടാൻ വേണ്ടി പാതിരാത്രി സമയം അത്രയും നെത്തിൽ പരന്നു നടക്കുന്ന ചെറുപ്പക്കാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നാളെ നിനക്ക് കിട്ടുന്നതാകുന്ന അവസരം പോൺസ്റ്റാറുകളുമായിട്ടുള്ളതാകുന്ന മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയതാകുന്ന സഹോദര, രാത്രിയിൽ എന്നെ പെണ്ണുമായി വീഡിയോ ചാറ്റിംഗ് നടത്തിയിട്ട് അവളുടെ രഹസ്യഭാഗങ്ങൾ കണ്ടു തീർത്ത ചെറുപ്പക്കാരാ, അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുമായി മോശപ്പെട്ട തലത്തിലേക്ക് രാത്രിയുടെ യാമങ്ങളെ കൊണ്ടുപോയിട്ടുള്ള പെങ്ങളെ, നിന്നെ ഇതാ നിർബന്ധിക്കുകയാണ്. കഴിച്ചില്ലെങ്കിൽ അടിച്ചുകൊണ്ട് കഴിപ്പിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആരാണ് ഈ കൂട്ടരെന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നോട് ജിബ്രീൽ പറഞ്ഞു പോയി, നബിയേ വലഹും ഇംറഅത്തുൻ ഹലാൽ, നല്ല ഇണകൾ ഉണ്ടായിരുന്നു അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ, വതറകൂഹുന്ന ലിസ്സിനാ, അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വ്യഭിചാരശാലകൾ തേടിപ്പോയവരാണ്. ഭീമാപ്പള്ളിയിൽ വസിക്കുന്നവർ എന്തിനാണ് റസീറ്റ് തേടിപ്പോയത്? ഭീമാപ്പള്ളിയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് റാഹത്തായി കുടുംബബന്ധം ചേർത്ത് ജീവിക്കുന്നവൻ, മക്കളുമായി നല്ല രീതിയിൽ ജീവിതം വെച്ച് പുലർത്തുന്നവൻ, കുടുംബബന്ധം ചേർത്തുകൊണ്ട് ഔലിയാക്കളുടെ തണലിൽ ജീവിക്കുന്ന ആള് എന്തിനാണ് മറ്റൊരു പെണ്ണിന്റെ സുഖം തേടിപ്പോയത്? ഹറാമാണ് ചെറുപ്പക്കാരാ, ഹറാമാണ് പെങ്ങളെ. നിന്റെ വാപ്പയെ വ്യസനിപ്പിച്ചിട്ട്, നിന്റെ ഉമ്മയെ വ്യസനിപ്പിച്ചിട്ട്, നിന്റെ വാപ്പയും നിന്റെ ഉമ്മയെയും നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാകുന്ന നിന്റെ മാതാപിതാക്കളെ മറന്നിട്ട് അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുമായി ഒളിച്ചോടാ തയ്യാറെടുത്ത് നിൽക്കുന്ന പെങ്ങളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. മോശപ്പെട്ട മാംസം നിനക്ക് നാളെ ഖബറിൽ വെച്ചുകൊണ്ട് തിന്നേണ്ടി വരും. ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെ ആ ശിക്ഷ എങ്ങനെ തുടരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. ഖബറിൽ നടക്കുന്ന സംഭവമാണ്. ഇനിയുണ്ട്, പറയാൻ സമയമില്ലാത്തതുകൊണ്ട് എത്ര ഹദീസ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരെണ്ണം കൂടി പറയട്ടെ, ഒരെണ്ണം കൂടി ഇരിക്കൂലേ നിങ്ങൾ? ഒരെണ്ണം കൂടി എത്ര പേര് ഇരിക്കും? കൈ ഉയർത്തിക്ക്. ആ എന്നായിരുന്നു ഒരു ഹദീസ് കൂടി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഅയ്തു ഖൗമാ, ഒരു കൂട്ടം ആളുകളെ ഞാൻ കാണുകയാണ്, ഒരു കൂട്ടം ആളുകളെ ഞാൻ കാണുകയാണ്. ആരെന്നറിയുമോ? ആരെന്നറിയുമോ? പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ ഖബറിൽ കിടക്കുന്ന ഒരു കൂട്ടം ആളുകളെ എന്റെ കൺമുന്നിൽ അല്ലാഹു കാണിച്ചു തരുകയാണ്. പാറക്കല്ലിന്റെ ചീളുകൊണ്ട് ഖബറിരുന്നിട്ട് തലതല്ലി പൊളിക്കുന്ന ആളുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബാ, ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബാ. പാറക്കല്ലിന്റെ ചീളെടുത്തിട്ട് ഖബറിലിരുന്ന് തലതല്ലി പൊളിക്കുന്ന ആളുകൾ തലയിലേക്ക് ഇങ്ങനെ കല്ലുകൊണ്ട് വായിൽ അടിക്കുകയാണ്. അടിക്കുന്ന സന്ദർഭത്തിൽ രക്തം ഇതാ ചുയിന്തുകയാണ്. രക്തം വാർന്നൊലിച്ചുകൊണ്ടവർ മരണപ്പെട്ടു പോയാണ്. മരണത്തിന്റെ വേദന നല്ലതുപോലെ വീണ്ടും വീണ്ടും അനുഭവിച്ചു തീർക്കുകയാണ്. അങ്ങനെ സ്വന്തമായി ആത്മഹത്യ ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളെ ഞാൻ ഖബറിൽ കണ്ടപ്പോൾ ചോദിച്ചു പോയി, ആരാണിവർ? ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഈ കൂട്ടരൊന്ന് പറഞ്ഞു തരണേ. ആരാണിത്? ആരാണ് അവിടെ കിടക്ക്? ഉറക്കമാണോ? കോവളമെന്ന് തോന്നല്ലോ, റാഹത്തായിട്ട് കിടക്ക്. ദൂരെ നിന്നൊക്കെ വരുന്നവരെ ക്ഷീണം കൊണ്ടാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരാണ് ഈ കൂട്ടർ? ചോദിക്കോയി. ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ മറുപടി നൽകുകയാണ്. ആരെന്നറിയുമോ റസൂലേ? അല്ലദീന തതസാഖലൂന റൂഊസുഹും അനിസ്സലാ, നമസ്കാരത്തെ ഭാരമായി കാണുന്നവരാണ്.
ഈ ദുനിയാവിൽ നമസ്കാരത്തെ ഭാരമായി കണ്ടവരാണ്. ഭീമാപ്പള്ളിയുടെ ഉറൂസിനൊക്കെ വന്നു. രാവിലെ നേരം വെളുക്കുന്നത് വരെ സജീവമായി നിലകൊണ്ടു. രാവിലെ സുബഹിയുടെ ബാങ്ക്, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലികൾ നിന്റെ കർണപുടത്തിലെ കൊലയൊളി കൊള്ളുമ്പോ 10 ദിവസം കേട്ട അത് നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണം. പള്ളിയിലേക്ക് വരാൻ നിനക്ക് മനസ്സുണ്ടാകണം. മനസ്സില്ലാതെ പിന്തിരിഞ്ഞു പോകുന്ന സഹോദരനാണ് എങ്കിൽ പഠിച്ചു വെച്ചോ, വഅദ് നിനക്ക് ഉപയോഗപ്പെട്ടിട്ടില്ല. നാളെ നീ ഖബറിൽ നിന്നുകൊണ്ട് പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തലകടിച്ച് പൊട്ടിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. നമസ്കാരത്തെ ഭാരമായി കണ്ടവർ അവരാണ് ഖബറിലിരുന്നു കൊണ്ട് പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തലയടിച്ച് പൊട്ടിക്കാൻ പൊട്ടാന്ന് പറയുമ്പോൾ വീണ്ടും അടിക്കല് തന്നെ. ആരെ വേറെ ആരുമല്ല, അവൻ തന്നെ സ്വന്തം അടിക്കാൻ. അതിനുള്ള ആരോഗ്യം അല്ലാഹു കൊടുക്കാൻ. സ്വന്തം തന്നെ പാറക്കല്ലിന്റെ എന്തുണ്ട്? ഈ തലയാണ് ഭാരമായി കണ്ടത് നമസ്കാരത്തെ. പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ നിനക്ക് സമയമില്ലായിരുന്നു. ഈ ലോകത്ത് അല്ലാഹുമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു സൃഷ്ടിക്ക് അടുക്കാൻ പറ്റിയ അവസരം നമസ്കാരമാണ്. നീ സുജൂദ് ചെയ്യണേ, അല്ലാഹുമായിട്ട് എടുക്കണേ. വിശുദ്ധമായ ഖുർആൻ അഖറബുമായ ഖൂലുൽ അബ്ദുലി റബ്ബിഹി വഹുവ സാജിദുൻ. അതുകൊണ്ട് ഒരടിമ അല്ലാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കൽ നമസ്കാരത്തിലാണ്, അത് തന്നെ സുജൂദിലാണ്. അതുകൊണ്ട് ആ സുജൂദിൽ കടന്നുകൊണ്ട് ദുആ ചെയ്യണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആരാ ചെയ്യുന്നത്? റബ്ബുമായിട്ട് ഒരടുപ്പവും ഇല്ല. നമസ്കാരം ചിട്ടവെച്ചവരുണ്ടോ? ഇശാ നമസ്കരിക്കാത്തവർ വരെ ഈ സദസ്സിലുണ്ടാകും. തീർച്ചയായും നമസ്കാരം ശ്രദ്ധിച്ചോണം. 5 വഖത്ത് നമസ്കാരം, ഫർളാക്കപ്പെട്ട നമസ്കാരം ബദ്ധശ്രദ്ധ പതിപ്പിക്കാത്തവന് ഔലിയാക്കളുടെ പൊരുത്തമില്ല, മഹത്തുക്കളുടെ പൊരുത്തമില്ല. ജീവിതത്തിൽ അള്ളാഹുവിൻ്റെതാകുന്ന ഒരു കാവൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. നമസ്കാരമാണ് മെയിൻ. അവനാണ് വലിയ. ചില ആളുകളെ വലിയായിട്ട് 10 പേരിൽ 50 മോതിരം ഇട്ടവരെ കാണുമ്പോ അയ്യോ വലിയ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ നിൽക്കണ്ട. ആരാവനെ വലിയ? പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിനു അൽ മുവാദിബു അല ത്വആതി അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാതി മിനൽ ലഹവാതി വശഹവാതി വൽ ഹഫവാത്. ആരാണ് വലിയ? പച്ച പതച്ചതാകുന്ന ഒരു ശിഖനെ കാണുമ്പോ അല്ലോ വലിയ നമുക്കൊണ്ട് ദ്വാരക്കണേ, അതിനെ പോടണ്ട. നീ വലിയ എന്ന് പറഞ്ഞാൽ ആരാൻ? അൽ ആരിഫു ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് അഗാധമാകുന്ന അറിവുണ്ടായിരിക്കണം. നല്ല വിജ്ഞാനമുള്ള വ്യക്തിയായിരിക്കണം. ഇൽമു പഠിച്ച ആലിമിനെ വലിയാകാൻ പറ്റൂ. നല്ല ഇൽമുണ്ടായിരിക്കണം. അല്ലാഹുവിനെ കുറിച്ച് ചോദിച്ചാൽ ഒരിക്കലും അദ്ദേഹം പിഴക്കൂല. നല്ല വിവരം. അൽ ആരിഫു ബില്ലാഹ്, വലിയന്റെ തരീഫ്, അതിന്റെ നിർവചനം നമ്മൾ പഠിച്ചു വെക്കണം. അൽ മുവാദിബു അല ത്വആത്ത്, നമസ്കാരങ്ങൾ എന്ന് മാത്രമല്ല എല്ലാ തിരുസുന്നത്തുകളും ജീവിതത്തിൽ പരിപൂർണമായി ശ്രദ്ധ വെച്ചവർക്ക് വലിയ എന്ന് പറയാൻ പറ്റൂ. വലിയന്റെ നേതൃത്വമാണ് ഖുത്ബ്. ഔലിയാക്കൾ അവരുടെ നേതൃത്വമാണ് ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ പോലെ. അത് വേറെ. വലിയാകണമെങ്കിൽ തന്നെ അതിന്റെ നിബന്ധന നല്ല അറിവുണ്ടാകണം. മാത്രമല്ല അൽ മുവാദിബു അല ത്വആത്ത്, നമസ്കാരങ്ങളൊക്കെ ചിട്ട വെച്ച ആള്. കറക്റ്റ് നമസ്കാരത്തിന് യാതൊരുവിധ വിട്ടുവീഴ്ചയില്ല. ബാങ്ക് വിളിച്ചോ, ഇമാമും ജമാഅത്തും കറക്റ്റാണ്. അങ്ങനെ ജീവിച്ച മഹത്തുക്കളല്ലേ, കഴിഞ്ഞുപോയ മഹാന്മാര്. ഇവിടെ അടങ്ങിയിരിക്കുന്നതാകുന്ന മഹദികൾ, ഇവിടെ അടങ്ങിയിരിക്കുന്നതാകുന്ന ഷഹീദ് മാഹീനടക്കമുള്ളതാകുന്ന റളിയല്ലാഹു അൻഹു മഹാന്മാരടക്കമുള്ളതാകുന്ന മഹത്തുക്കൾ, ഇവിടെ അടങ്ങിയിരിക്കുന്ന മസ്താനുപ്പയടക്കമുള്ളതാകുന്ന ആളുകളൊക്കെ ആ നിലയിൽ ജീവിച്ചവരല്ലേ. വഖത്തുകൾ നമസ്കാരങ്ങളൊക്കെ ചിട്ടവച്ചവരല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, നമസ്കാരം കൃത്യത വെക്കണേ. അൽ മുവാദിബു അല ത്വആത്ത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖബറിൽ കടന്നുകൊണ്ട് പാറക്കല്ലിന്റെ ചീളെടുത്ത് വെച്ചുകൊണ്ട് തലയിലടിച്ച് പൊട്ടിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കണ്ടപ്പോൾ ആരാണിവരെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, ഇവർ സാധാരണ ആൾക്കാരല്ല. അല്ലദീന തതസാഖലൂന റൂസുഹും അനിസ്സലാ, നമസ്കാരത്തെ ഭാരമായി കണ്ടവരാണ്. അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ.
ഞാൻ ഈ നമസ്കാരത്തെ പറ്റി ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു വാള് യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് കേൾക്കണം. കുറേ വിഷയങ്ങൾ, അതിന് ഉളു എടുത്ത് പള്ളിയിൽ പോകുന്നതും അങ്ങനെ നമസ്കാരം ചിട്ട വെക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വിഷയം യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് കേൾക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പം അതിലേക്ക് കടക്കുന്നില്ല, ഒരുപാട് പറയാനുണ്ട്. പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഗൗരവത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത, ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ ശ്രേഷ്ഠത, വുളൂ ചെയ്യുന്നതിന്റെ മഹത്വം, അതിനുശേഷമുള്ള ദുആഇന്റെ മഹത്വം, വുളൂ എടുത്ത് പള്ളിയിലേക്ക് പോകുന്ന, വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ മഹത്വം, ആ പോകുന്ന ഓരോ ചവിട്ടടിക്കും കിട്ടുന്നതാകുന്ന പദവി ഒക്കെ മനസ്സിലാക്കണ്ടേ? അങ്ങനെ മനസ്സിലാക്കുമ്പോൾ പോയി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കൂലി, കുടുംബത്തിൽ കിട്ടുന്ന ഐശ്വര്യം, ബറക്കത്ത്, സമ്പത്തിന്റെ അഭിവൃദ്ധി, കച്ചവടത്തിൽ ബറക്കത്ത്, എല്ലാ ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകും. അതുകൊണ്ട് ഖബറിന്റെ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ നമസ്കാരം 5 വഖത്ത് ചിട്ട വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖബറിൽ ഇത്രയും അദാബുകളും ബുദ്ധിമുട്ടുകളും പറഞ്ഞു, ആ ഖബറിൽ രക്ഷപ്പെടേണ്ട ഏറ്റവും വലിയ ഒന്നാമത്തെ അമൽ നമസ്കാരമാണ്. 2 തിലാവത്തുൽ ഖുർആൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ ഓത്ത് വേണം, ഖുർആൻ ഓതൽ, ഖുർആൻ ഖത്മ് ചെയ്യണം. ഇരിക്കുന്ന ഓരോരുത്തർക്കും സ്വന്തമായി മുസ്ഹഫ് വേണം. സ്വന്തമായി അവരവർക്ക് സ്വന്തമായി ഖുർആനുള്ള എത്ര പേരുണ്ടെന്ന് കൈയുയർത്തിക്ക്. സ്വന്തമായിട്ട് വെറുതെ കൈയുയർത്തല്ലേ കേട്ടാ, ഇമാമുമാരുടെ ഒക്കെ മുന്നിലാണ്. കൈ നേരം വെളുക്കുമ്പോൾ പൊക്കത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. നേരം വെളുക്കുമ്പോൾ കൈ ഉയർക്കാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ പൊന്നു ആപ്പ കൈ ഉയർത്താൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ കുറേ എണ്ണം താത്ത്. അതാണ്, അല്ല അത് പേടിയുണ്ടല്ലോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ പേടി അല്ലാഹു നിലനിർത്തി തരട്ടെ. ആദ്യം 2 കൈയൊക്കെ പൊക്കിയവരൻ അത് പറഞ്ഞപ്പോഴത്തേക്കും അടച്ചവന്. അല്ലാഹു നമ്മളെ സുന്നത്തെ മാത്തിൽ അടിയുറച്ച് നിർത്തട്ടെ. കേട്ടോ, വളരെ കുറച്ചാളുകളാണ് സ്വന്തമായി മുസ്ഹഫ് ഉള്ളവർ, വളരെ കുറച്ചാളുകൾ. മനസ്സിലാക്കണം, ചെറിയ കാര്യമല്ല. മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് സ്വന്തമായി മുസ്ഹഫ്, അല്ലേ? വാപ്പാന്റെ വാങ്ങിച്ചു കൊടുത്താണ്. ഈ വാപ്പാക്ക് സ്വന്തമായിട്ട് മുസ്ഹഫ് ഇല്ല. വാപ്പാക്ക് സ്വന്തമായിട്ട് ബീഡി കത്തിക്കാൻ പറ്റുന്ന നല്ല ലൈറ്റർ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കത്തി കഞ്ചാവ് അടിച്ച് റാഹത്തായിട്ട്